യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് യേശുക്രിസ്തുവിലുള്ള എല്ലാവരും ഉന്നത വിജയം കരസ്ഥമാക്കുന്നത് എങ്ങനെയെന്നുള്ളതാണ്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയും പരിശുദ്ധ ബൈബിളിൽ നമ്മൾ ധ്യാനിക്കുമ്പോൾ, വായിക്കുമ്പോൾ, അറിയുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമാണ്, ഇതിന് മാറ്റമല്ല, ഇത് കണ്ടിന്യൂസ് ആയിട്ട് തുടരുന്ന ഒരു കാര്യമാണ്. ഇതാണ് ആദ്യം മുതൽ ഈ നിമിഷം വരെയും ഇതിന് മാറ്റം സംഭവിച്ചതായിട്ട് കാണുന്നില്ല. ഇതിൻ്റെ അകത്ത് മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ആ മാറ്റം വന്നിട്ടുള്ള സമൂഹത്തെയും വ്യക്തികളെയും ജീവിതത്തിൽ നിന്ന് മാറ്റുന്നതായിട്ടും കാണാനായിട്ട് പറ്റും. കാരണം ഇസ്രായേൽ ജനത്തെ 40 ദിനരാത്രങ്ങൾ പകൽ മേഘമായും രാത്രി അഗ്നിയായും നിന്ന് പരിപാലിച്ച ദൈവം അവരെ കാനാൻ ദേശത്ത് എത്തിക്കുന്നതിന് മുമ്പ് തന്നെ ആ മരുഭൂമിയിൽ തന്നെ തകർന്നു പോകാനായി കാരണമായ ദൈവത്തോടുള്ള മറുതലിപ്പ് അവർ കാളക്കുട്ടിയെ ആരാധിച്ചു എന്നതാണ്. അപ്പോൾ ആരാധനയ്ക്ക് ദൈവം കൊടുക്കുന്ന മഹത്വം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉയർന്നതാണ്. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വമായ ആരാധന മറ്റൊന്നിനും കൊടുക്കാൻ തമ്പുരാൻ കർത്താവ് കൽപ്പിക്കുന്നില്ല. ഉന്നത വിജയം കരസ്ഥമാക്കാൻ നമ്മളും നമ്മുടെ തലമുറയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യേണ്ട അസാധാരണമായ കാര്യമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. അത് മലമറിക്കാനോ ഭൂമി ഉരുട്ടിക്കൊണ്ട് പോകാനോ ഒന്നും കർത്താവ് നമ്മളോട് പറയുന്നില്ല. വെറും നിസ്സാരമെന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങളാണ്. അതിലാണ് ദൈവം അത്ഭുതങ്ങളെ നിറച്ചിരിക്കുന്നത്. ജ്ഞാനികളുടെ ആദരത്തിലല്ല, ശിശുക്കളുടെ ആദരത്തിലാണ് കർത്താവ് സ്തുതികൾ ഒരുക്കിയിരിക്കുന്നതെന്നാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിലാണ് സ്വർഗീയ സ്തുതികളായ ഹല്ലേലൂയ. ഹല്ലേലൂയ സ്വർഗത്തിലാണ്. അത് നമ്മൾ ഭൂമിയിൽ ഇരുന്നുകൊണ്ട് ഹല്ലേലൂയ, നന്ദി, സ്തുതി, ആരാധന, മഹത്വം, സ്തോത്രം, പുകഴ്ച, സ്തോത്രയാഗം, കൃതജ്ഞത, നന്ദി, പുകഴ്ച, കൃതജ്ഞത, നന്ദി, കൃതജ്ഞത, ആരാധന, കൃതജ്ഞത, മഹത്വം, അങ്ങനെ കർത്താവിനെ ഈ വാക്കുകളിലൂടെ അങ്ങ് മഹത്വപ്പെടുത്തണം. ഹല്ലേലൂയ, നന്ദി, സ്തുതി, സ്തോത്രം, ആരാധന, പുകഴ്ച, മഹത്വം, 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 മഹത്വം. അങ്ങനെയുള്ള ആരാധനയാണ് കർത്താവ് ഏറ്റവും അധികം വില കൊടുക്കുന്നത്, ഇഷ്ടപ്പെടുന്നത്. എന്തെന്നാൽ അത് കർത്താവിൻ്റെ ഇഷ്ടമാണ്. അപ്പോൾ ഇതെല്ലാവരിലേക്കും എത്തിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.